Hi everybody, MDC Multidisciplinary Courses for Science. Paper name is Understanding Kerala, Science, Culture and Literature, Semester 3rd. So when we come to this paper, today we are going to discuss the chapter Understanding Scientific Temper by Vaishagan Thambi. ഇനി ആരാണ് വൈശാഖൻ തമ്പി? He is an assistant professor in Mahatma Gandhi College, തിരുവനന്തപുരം. സോ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു വെബിനാറാണ് നമുക്ക് പഠിക്കാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പീച്ചിൽ അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് സയൻറ്റിഫിക് ടെമ്പറിനെ കുറിച്ച് പറയുന്നത് എന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നേരെ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. നൗ ലെറ്റ്സ് ഡിസ്കസ് ദ ചാപ്റ്റർ. ഓക്കെ, നൗ ലെറ്റ്സ് ഡിസ്കസ് ദ ചാപ്റ്റർ. See, first of all, what is scientific temper? സയൻറ്റിഫിക് ടെമ്പർ മീൻസ് ഹാവിങ് എ ക്വസ്റ്റനിങ് മൈൻഡ്. അപ്പോൾ എപ്പോഴും എല്ലാത്തിനോടൊരു ഒരു ക്വസ്റ്റനിങ് മൈൻഡ് ഉണ്ടല്ലോ. അതെന്താ അങ്ങനെ, അതെന്താ ഇങ്ങനെ, അതിൻ്റെ ഒരു റീസൺ അറിയാനൊരു ത്വര എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ ആ ഒരു കാര്യം. സോ സയൻറ്റിഫിക് ടെമ്പർ മീൻസ് ഹാവിങ് എ ക്വസ്റ്റനിങ് മൈൻഡ്. അപ്പോൾ എപ്പോഴും എല്ലാത്തിനോടൊരു അതെന്താണ് അങ്ങനെ എന്നറിയാനുള്ള ആ ഒരു ക്വസ്റ്റനിങ് മൈൻഡ് ഉണ്ടല്ലോ, അത് വേണമെന്നാണ് പറയുന്നത്. അതിനെയാണ് സയൻറ്റിഫിക് ടെമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ദ ഹാബിറ്റ് ഓഫ് തിങ്കിങ് ലോജിക്കലി, ആസ്കിങ് ഫോർ പ്രൂഫ് ആൻഡ് നോട്ട് ബിലീവിങ് എനിത്തിങ് ബ്ലൈൻഡ്ലി. അപ്പോൾ ഇതെന്ന് പറയുന്നത് ലോജിക്കായുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക, അതാണ് സയൻറ്റിഫിക് ടെമ്പർ. ആൻഡ് ആസ്കിങ് ഫോർ പ്രൂഫ്, തെളിവ്, എവിഡൻസ്, അത് വെച്ച് ഒരു കാര്യത്തിനെ ഉള്ളിലേക്ക് എടുക്കുക. ആൻഡ് നോട്ട് ബിലീവിങ് എനിത്തിങ് ബ്ലൈൻഡ്ലി, ഒന്നിനെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. അതൊക്കെയാണ് ഈ സയൻറ്റിഫിക് ടെമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഫോർ സയൻറ്റിസ്റ്റ്, എവ്രി വൺ ഇൻ സൊസൈറ്റി നീഡ്സ് ഇറ്റ്. ഈ സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത് സയൻറ്റിസ്റ്റുകൾക്ക് മാത്രം വേണ്ട ഒരു ട്രൈറ്റ് ഒന്നുമല്ല, ഒരു ക്വാളിറ്റി ഒന്നുമല്ല. പക്ഷേ എല്ലാവർക്കും, എവ്രി വൺ ഇൻ സൊസൈറ്റി നീഡ്സ് ഇറ്റ് എന്ന് പറയുകയാണ്. Then how scientific temper arises? It develops when people start asking, is this really true? അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ അത് പാടെ അങ്ങ് വിഴുങ്ങാതെ, പാടെ അങ്ങ് വിശ്വസിക്കാതെ, ഈസ് ദിസ് റിയലി ട്രൂ, ഇത് ശരിക്കും സത്യം തന്നെയാണോ, അല്ലെങ്കിൽ അത് എന്താണ് അതിൻ്റെ തെളിവെന്താ, എന്താ കാര്യം, എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, എന്തായിരിക്കും കാര്യം എന്നുള്ള രീതിയിലുള്ള ചോദ്യവും പറച്ചിലും ഉണ്ടല്ലോ. ആ ഒരു സ്കിൽ നമ്മൾ മൈൻഡിൽ ഡെവലപ്പ് ചെയ്ത് വരണമെന്ന് പറയുകയാണ്. വൈ ഡസ് ദിസ് ഹാപ്പൻ, എന്തുകൊണ്ട് അത് സംഭവിക്കുന്നത്, ഹൗ ക്യാൻ വി പ്രൂവ് ഇറ്റ്, എങ്ങനെ നമുക്കിത് തെളിയിക്കാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം എല്ലാ സയൻറ്റിസ്റ്റുകളും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ സയൻറ്റിസ്റ്റുകൾ കണ്ടുപിടിക്കുമ്പോൾ അതെല്ലാം ഓരോ ചോദ്യങ്ങളിൽ നിന്നാണ് അവർ കണ്ടുപിടിക്കുന്നത്. അതെന്തായിരിക്കും ഇങ്ങനെ. അപ്പോൾ നമുക്കറിയാം ഐസക് ന്യൂട്ടൺ എന്ത് കണ്ടുപിടിച്ചു, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടുപിടിച്ചു. അദ്ദേഹത്തിൻ്റെ തലയിലൊരു ആപ്പിൾ വീണ സമയത്ത്, നമ്മളിങ്ങനെ പറയാറുണ്ട്, ഒരു തലയിൽ ആപ്പിൾ വീണ സമയത്ത് അദ്ദേഹം ചിന്തിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് വരികയാണ്. എന്തുകൊണ്ട് ഇത് താഴേക്ക് തന്നെ വന്നു, എന്തുകൊണ്ട് മുകളിലേക്ക് പോയില്ല, അല്ലെങ്കിൽ വായുവിൽ തങ്ങി നിന്നില്ല, എന്തുകൊണ്ട് താഴേക്ക് വന്നു. ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം അന്വേഷിച്ച് പോയാണ് അദ്ദേഹം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കണ്ടുപിടുത്തത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ അതേപോലെ ഈസ് ദിസ് റിയലി ട്രൂ, വൈ ഡസ് ദിസ് ഹാപ്പൻ, ഹൗ ക്യാൻ വി പ്രൂവ് ഇറ്റ് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൽ വേണം എന്ന് പറയുകയാണ്. Instead of simply accepting old traditions or authority, people look for reasons and evidence. So പഴയ ആൾക്കാർ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് പോകാതെ, അല്ലെങ്കിൽ അത് പാടെ എടുത്ത് ആ രീതിയിൽ ഒരു ബ്ലൈൻഡ് ബിലീഫായിട്ട് പോകാതെ, പകരം നമ്മൾ എന്ത് ചെയ്യണം, നമുക്കൊരു റീസൺസ് വേണം, നമുക്ക് ഒരു എവിഡൻസ് വേണം ഒരു കാര്യം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ, നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ. ദെൻ സയൻസ് വേഴ്സസ് സൂപ്പർസ്റ്റിഷൻ. സയൻസ് വർക്ക് ഓൺ ഒബ്സർവേഷൻ, ടെസ്റ്റിംഗ് ആൻഡ് പ്രൂഫ്. സയൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഒബ്സർവേഷനിലാണ് കിടക്കുന്നത്, സൂക്ഷ്മ നിരീക്ഷണത്തിലാണ്. അതേപോലെ തന്നെ ടെസ്റ്റിംഗ്, പ്രൂഫ്. അപ്പോൾ പല കാര്യങ്ങളും ഒബ്സർവ് ചെയ്ത്, ടെസ്റ്റ് ചെയ്ത്, പ്രൂഫ് സമർപ്പിച്ച്, പ്രൂഫ് നോക്കി, വെരിഫൈ ചെയ്ത്, അങ്ങനെയൊക്കെയാണ് സയൻസ് ആ രീതിയിലേക്ക് എത്തുന്നത്. അല്ലെങ്കിൽ സയൻസിൻ്റെ മുഖ്യ ഘടകങ്ങളാണ് ഇവയൊക്കെ. സൂപ്പർസ്റ്റിഷൻസ് കം ഫ്രം ഫിയർ, ട്രഡീഷൻ ഓർ ബ്ലൈൻഡ് ഫെയ്ത്ത്. പക്ഷേ സൂപ്പർസ്റ്റിഷൻ എന്ന് പറയുന്നത് വരുന്നത് പേടിയിൽ നിന്നോ, പഴയ ട്രഡീഷനിൽ നിന്നോ, അതല്ലെങ്കിൽ ബ്ലൈൻഡ് ബിലീഫിൽ നിന്നോ, ബ്ലൈൻഡ് ഫെയ്ത്തിൽ നിന്നൊക്കെയാണ് സൂപ്പർസ്റ്റിഷൻ, അന്ധവിശ്വാസങ്ങൾ വരുന്നത്. രണ്ടും തമ്മിൽ നോക്കാൻ പറ്റില്ല, രണ്ടും തമ്മിൽ എന്താ പറയുക, ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെന്ന് പറയുകയാണ്. സയൻറ്റിഫിക് ടെമ്പർ ഹെൽപ്സ് പീപ്പിൾ സെപ്പറേറ്റ് സയൻസ് ഫ്രം സൂപ്പർസ്റ്റിഷൻ. അപ്പോൾ എല്ലാവർക്കും ഈ സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടായിരുന്നെങ്കിൽ, എല്ലാവരും എല്ലാ കാര്യത്തിനെയും ശാസ്ത്രീയ മനോഭാവത്തോട് കൂടിയിട്ട് നോക്കിക്കാണാൻ പഠിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും മനസ്സിലെ അന്ധകാരങ്ങളും മനസ്സിലെ ബ്ലൈൻഡ് ബിലീഫുകൾ, സൂപ്പർസ്റ്റിഷൻ, അന്ധവിശ്വാസങ്ങളൊക്കെ പമ്പ കിടക്കും എന്ന് പറയുകയാണ്. നോളേജ് ആൻഡ് അവെയർനെസ്. ജസ്റ്റ് മെമ്മറൈസിങ് സയൻസ് ഫാക്ട്സ് ഈസ് നോട്ട് ഇനഫ്.
What matters is understanding the process of science, curiosity, experiments and reasoning. സോ നമ്മളെപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം അല്ലേ? അത് നോളേജ് ആയിക്കോട്ടെ, അവെയർനെസ് ആയിക്കോട്ടെ. വാട്ട് മാറ്റർ ഈസ് അണ്ടർസ്റ്റാൻഡിങ്. എന്ത് കാര്യവും ആയിക്കോട്ടെ, ആ മനസ്സിലാക്കുന്ന കാര്യം, ആ ഒരു പ്രോസസ് ഓഫ് സയൻസ്, അതൊരു സയൻസിലൂടെ ശാസ്ത്രീയമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കും ഒരു കാര്യത്തിനെ. ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട്, എക്സ്പെരിമെൻറ്റോട് കൂടിയിട്ട്, അതിൻ്റെ റീസണിങ്ങോട് കൂടിയിട്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. നോവിങ് സയൻസ് മസ്റ്റ് ലീഡ് ടു അവെയർനെസ് ആൻഡ് കറക്റ്റ് ആക്ഷൻ ഇൻ ലൈഫ്. സോ സയൻസ് അറിയുക എന്ന് പറയുമ്പോൾ, സയൻസിനെ കുറിച്ച് പഠിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മളിൽ ഒരു അവെയർനെസ് ക്രിയേറ്റ് ചെയ്യും എന്ന് പറയുകയാണ്. പല കാര്യങ്ങളെക്കുറിച്ചും ഒരു ബോധവൽക്കരണം നമ്മളിൽ ഉണ്ടാക്കും. അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിലെ പ്രവൃത്തികളൊക്കെ അത് കറക്റ്റ് ചെയ്യും എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ ശരിയായ ദിശയിലേക്ക് കൊണ്ടുപോകാൻ സയൻസിന് സാധിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബെനിഫിറ്റ്സ് ഓഫ് സയൻറ്റിഫിക് ടെമ്പർ. എന്തൊക്കെയാണ് സയൻറ്റിഫിക് ടെമ്പറിൻ്റെ ബെനിഫിറ്റ്സുകൾ? ഒന്ന്, ഇറ്റ് ഹെൽപ്സ് ഇൻ മേക്കിംഗ് ബെറ്റർ ഡിസിഷൻസ് ഇൻ ഡെയിലി ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ ബെറ്റർ ഡിസിഷൻസ് എടുക്കാൻ നമ്മളെ സഹായിക്കും. ഇറ്റ് റെഡ്യൂസസ് ഫിയർ, ഇഗ്നോറൻസ് ആൻഡ് ഫാൾസ് ബിലീഫ്സ്. തെറ്റായ വിശ്വാസങ്ങൾ, ഇഗ്നോറൻസ്, പേടി, ഫിയർ, ഇതൊക്കെ കുറയ്ക്കാനായിട്ട് സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കും. ഇറ്റ് ലീഡ്സ് ടു ട്രൂത്ത്, പ്രോഗ്രസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫോർ ബോത്ത് ഇൻഡിവിജ്വൽസ് ആൻഡ് സൊസൈറ്റി. അപ്പോൾ വ്യക്തികൾക്കും അതുപോലെ തന്നെ സൊസൈറ്റിക്കും, സമൂഹത്തിനും ഡെവലപ്മെൻറ്റ്, അതുപോലെ പ്രോഗ്രസ്, ട്രൂത്തിലേക്ക് നയിക്കുക തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾ അത് മുഖേന സാധ്യമാകും. ഒബ്സ്റ്റക്കിൾസ് ടു സയൻറ്റിഫിക് ടെമ്പർ. ഈ സയൻറ്റിഫിക് ടെമ്പറിൻ്റെ ഒബ്സ്റ്റക്കിൾസ് എന്തൊക്കെയാണ്? ഒബ്സ്റ്റക്കിൾസ് എന്ന വേർഡിൻ്റെ മീനിങ് തടസ്സങ്ങൾ. Many people hesitate to question because of social pressure or respect for tradition. പല ആൾക്കാരും ഈ ചോദ്യം ചെയ്യാൻ പേടിയാണ്. പല കാര്യങ്ങളും അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിക്കാൻ പേടിയാണ്. കാരണം സൊസൈറ്റി എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ സോഷ്യൽ പ്രഷർ, അതല്ലെങ്കിൽ റെസ്പെക്റ്റ് ഫോർ ട്രഡീഷൻ, അതൊക്കെ വിചാരിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ മടിക്കുന്ന ഒരു സൊസൈറ്റി, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ മടിച്ച് നിൽക്കും. അപ്പോൾ അതൊരു സയൻറ്റിഫിക് ടെമ്പറിൻ്റെ ഒരു ഒബ്സ്റ്റക്കിളാണ്, ഒരു തടസ്സമാണ്, ഒരു ബാരിയറാണെന്ന് പറയുകയാണ്. അതുപോലെ ഓൾഡ് ബിലീവ്സ് ആൻഡ് കസ്റ്റംസ് ഫീൽ സേഫ്, സോ പീപ്പിൾ പ്രിഫർ ദം റാദർ ദാൻ സെർച്ചിങ് ഫോർ ദ ട്രൂത്ത്. പഴയ വിശ്വാസങ്ങളും കസ്റ്റംസും ഒക്കെ കുറച്ചൊരു സേഫ് സോണിലാണ്. അതുകൊണ്ട് തന്നെ പല ആൾക്കാരും കാര്യങ്ങളുടെ വസ്തുത, നിജസ്ഥിതി അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ അതൊരു റിസ്ക് ആയിട്ടുള്ള പരിപാടിയാണല്ലോ. അപ്പോൾ റിസ്ക് എടുക്കാൻ തയ്യാറല്ല പല ആൾക്കാരും. റോൾ ഇൻ മോഡേൺ സൊസൈറ്റി. സയൻറ്റിഫിക് ടെമ്പർ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഗ്രോത്ത് ഓഫ് എനി മോഡേൺ കൺട്രി. അപ്പോൾ ഏതൊരു മോഡേൺ കൺട്രിയെ സംബന്ധിച്ചിടത്തോളം സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഒരു ഗ്രോത്തിന്, ആ ഒരു രാജ്യത്തിനെ ഒരു മൊഡേണിറ്റിയിലേക്ക് കൊണ്ടുവരാൻ, ആ മൊഡേണിറ്റി എന്ന് പറയുന്ന സമയത്ത് ചിന്താഗതികളായിക്കോട്ടെ എല്ലാ രീതിയിലും നല്ല രീതിയിലേക്ക് എത്തിക്കാൻ ഒരു സയൻറ്റിഫിക് ടെമ്പർ, അല്ലെങ്കിൽ ആ ഒരു സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന കാര്യം എല്ലാവരിലും വേണം എന്ന് പറയുകയാണ്. ഇറ്റ് സപ്പോർട്ട്സ് ഇന്നൊവേഷൻ, ടെക്നോളജി, റാഷണൽ ഗവേണൻസ് ആൻഡ് സോഷ്യൽ ഇംപ്രൂവ്മെൻറ്റ്. ടെക്നോളജിയെയും ഇന്നൊവേഷനെയും തുടങ്ങി പല സോഷ്യൽ ഇംപ്രൂവ്മെൻറ്റിനും നമുക്കത് കാരണമാകും ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് ടെമ്പറിൻ്റെ സാന്നിധ്യം എന്ന് പറയുകയാണ്. വിതൗട്ട് ഇറ്റ് സൊസൈറ്റി റിമൈൻസ് ട്രാപ്പഡ് ഇൻ ബാക്ക്വേർഡ് തിങ്കിങ്. അപ്പോൾ ഈ ഒരു സയൻറ്റിഫിക് ടെമ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും മുമ്പിലേക്ക് വരാൻ പറ്റില്ല. എപ്പോഴും ഒരു ബാക്ക്വേർഡ് തിങ്കിങ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക എന്ന് പറയുകയാണ്. പഴയ ട്രഡീഷനിലൊക്കെ വിശ്വസിച്ച്, പഴയ ബിലീഫുകളിലൊക്കെ വിശ്വസിച്ച്, പഴയ അന്ധവിശ്വാസങ്ങളിലൊക്കെ വിശ്വസിച്ച് അങ്ങനെ ആയിരിക്കാം എന്ന് വിശ്വസിച്ച് ഇരുന്ന് പോകേണ്ടി വരും. കോൾ ഫോർ ആക്ഷൻ. എവ്രി വൺ മസ്റ്റ് ട്രൈ ടു ഡെവലപ്പ് സയൻറ്റിഫിക് ടെമ്പർ ഇൻ ഡെയിലി ലൈഫ്. എല്ലാവരും ഡെയിലി ലൈഫിൽ സയൻറ്റിഫിക് ടെമ്പർ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറയുകയാണ്. ഈ സയൻറ്റിഫിക് ടെമ്പർ ഒന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതുകൂടി ഞാൻ പറയുന്നു, അതൊരു ശാസ്ത്രീയ മനോഭാവമാണ്. എല്ലാത്തിനെയും ശാസ്ത്രീയമായ പക്ഷത്തോടു കൂടിയിട്ട് കാണുക. ട്രൂത്ത് ഫുള്ളായിട്ടുള്ള എവിഡൻറ്റോടുകൂടി, പ്രൂഫായ കാര്യങ്ങളോടുകൂടി വിശ്വാസത്തിലേക്ക് എടുക്കുക. അതാണ് ഈ സയൻറ്റിഫിക് ടെമ്പർ. ദിസ് ക്യാൻ ബി ഡൺ ബൈ സ്റ്റേയിങ് ക്യൂരിയസ്, ആസ്കിങ് ക്വസ്റ്റ്യൻസ്, സീക്കിംഗ് പ്രൂഫ് ആൻഡ് അവോയ്ഡിങ് ബ്ലൈൻഡ് ബിലീഫ്. ഈ പോയിൻറ്റുകളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങളാണ്. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. എഡ്യൂക്കേഷൻ, ഡിസ്കഷൻ ആൻഡ് എക്സാമ്പിൾസ് ആർ ദ ബെസ്റ്റ് വേസ് ടു സ്പ്രെഡ് ഇറ്റ്. വിദ്യാഭ്യാസവും ചർച്ചകളും ഒക്കെയാണ് ഈ ഒരു സയൻറ്റിഫിക് ടെമ്പർ അതിനെ സ്പ്രെഡ് ചെയ്യാനുള്ള ബെസ്റ്റ് വഴി എന്ന് പറയുന്നു. ഇൻ ഷോർട്ട്, ചുരുക്കി പറഞ്ഞാൽ, ദ സ്പീച്ച് ടെൽസ് us that scientific temper is a way of thinking that questions, looks for proof and avoids superstition. അപ്പോൾ ഈ ഒരു സ്പീച്ചിൽ നമ്മളോട് പറയുന്നത് സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത് ദാറ്റ്സ് എ വേ ഓഫ് തിങ്കിങ്, പല കാര്യങ്ങളെയും ക്വസ്റ്റ്യൻ ചെയ്യുന്ന, തെളിവുകളോട് കൂടി ഒരു കാര്യം ആവശ്യപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ ഒരു കാര്യം വിശ്വസിക്കണമെങ്കിൽ അതിന് തെളിവ് അന്വേഷിക്കുന്ന, അല്ലെങ്കിൽ സൂപ്പർസ്റ്റിഷൻ, അന്ധവിശ്വാസങ്ങളൊക്കെ ഉപേക്ഷിക്കുന്ന ആ ഒരു വേ ഓഫ് തിങ്കിങ്ങിനെയാണ് സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നെസസറി ഫോർ പ്രോഗ്രസ്. അപ്പോൾ പ്രോഗ്രസ്സിന് അത് അത്യാവശ്യമാണ്. മസ്റ്റ് ബി ഡെവലപ്ഡ് ബൈ എവ്രി വൺ ഇൻ സൊസൈറ്റി. സൊസൈറ്റിയിലുള്ള എല്ലാവരിലും സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാകണം എന്നാണ് പറയുന്നത്.
സോ സ്റ്റുഡൻസ്, ഇൻ ഷോർട്ട് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടോപ്പിക് എന്ന് പറയുന്നത് സയൻറ്റിഫിക് ടെമ്പറാണ് അല്ലേ. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളെയും നമ്മുടെ ചുറ്റുഭാഗം നടക്കുന്ന പല കാര്യങ്ങളെയും നമ്മൾ സയൻറ്റിഫിക് ടെമ്പറോട് കൂടിയിട്ട് ഒരു ശാസ്ത്രീയ മനോഭാവത്തോടു കൂടി നോക്കി കാണണം. അതിന് നമുക്ക് എന്തൊക്കെ വേണം? നല്ല ഒബ്സർവേഷൻ വേണം, നല്ല ക്യൂരിയോസിറ്റി വേണം, ലോജിക്കായുള്ള കാര്യങ്ങൾ മാത്രം അക്സെപ്റ്റ് ചെയ്യാനൊരു കഴിവ് വേണം, ലോജിക്കില്ലാത്ത പല കാര്യങ്ങൾ, സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അന്ധവിശ്വാസങ്ങൾ തുടങ്ങിയ ബ്ലൈൻഡ് ബിലീഫിനെയൊക്കെ എടുത്തു മാറ്റാൻ പറ്റണം. അതിന് പകരം അവിടെ നമുക്ക് സയൻസ്, അതായത് ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള, എവിഡൻ്റ് ആയിട്ടുള്ള, ഫാക്ച്വൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് കുത്തി നിറയ്ക്കാൻ പറ്റണം. സോ അങ്ങനെ നമുക്കുണ്ടാകുന്നൊരു ചേഞ്ച്, അല്ലെങ്കിൽ ആ ഒരു പെർസെപ്ഷൻ, അതല്ലെങ്കിൽ ആ ഒരു അപ്രോച്ച്, അതാണ് സയൻറ്റിഫിക് ടെമ്പർ. സോ എനിവേ സ്റ്റുഡൻസ്, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. എനിവേ ബൈ ഓൾ, താങ്ക് യു.